കഴിഞ്ഞ 2 ദശകങ്ങളിലെ ബജറ്റ് ഡിസ്കഷൻസിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയെക്കുറിച്ച്. ഈ ബജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഇനി ഒരുപക്ഷെ ഈ ആദായ നികുതി പരിധി ഉയർത്തിയതിൽ മാത്രം ഫോക്കസ് ചെയ്യാനുള്ളൊരു സാധ്യതയാണോ കാണുന്നത്? ഇതിൻ്റെ ഒരു അടിസ്ഥാന സംഗതികൾ മിക്കവാറും അത് സംഭവിക്കാറില്ല. കഴിഞ്ഞ ബജറ്റുകളിലും ഒക്കെ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഇവാലുവേഷൻ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ബജറ്റിനെ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പണി കേരളത്തിലൊക്കെ മുൻകാലത്ത് സജസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു പെർഫോമൻസ് ബജറ്റ് എന്നൊക്കെ പറയുന്ന സങ്കല്പമൊക്കെ കേരളത്തിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലൊരു സംഗതി ഉണ്ടാകാൻ സാധ്യതയേയില്ല കേന്ദ്രത്തിൽ. ഈ ബജറ്റിനെ സംബന്ധിച്ച് ഈ ഡിസ്കഷൻ ഈ ആദായ നികുതി വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുമോ? അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, സാമൂഹ്യമായ ഡിവിഷൻ സൃഷ്ടിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? കാരണം വെച്ചാൽ ഇതൊരു ഒരു ചേരിക്ക് വേണ്ടി മാത്രം വലിയ സംഗതികൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനുള്ളൊരു സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ട്രാപ്പാണ് എന്നാണ് ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ ഈ ഒരു വലിയ ഡിസ്കഷൻ വരുന്ന ഈ ടാക്സ് പെയർ എന്ന ഒരു പലരുടെയും തെറ്റിദ്ധാരണ ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രമാണ് ടാക്സ് പെയർ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എന്നല്ല എല്ലാ സ്ഥലത്തെയും ഈ ഇൻഡയറക്റ്റ് ടാക്സുകൾ വഴിയാണ് ഏറ്റവും കൂടുതൽ. ഞാനിപ്പോൾ ഇതിൻ്റെ പ്രൊഫൈൽ നോക്കുകയായിരുന്നു ഇത്തവണത്തെ. ആ പ്രൊഫൈലുകളിൽ പോലും ബജറ്റ് പ്രൊഫൈൽ നോക്കുമ്പോൾ പോലും നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ടാക്സ് പെയറുടെ റോൾ അതിൽ വളരെ ചുരുക്കമാണ്, ഇൻകം ടാക്സ് പെയറുടെ. പക്ഷേ ഇൻകം ടാക്സ് പെയറിന്റെ ധാരണ ഈ ബജറ്റിന്റെ സകല പൈസയും വരുന്നത് ഇൻകം ടാക്സ് പെയർ ആണ് അത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ സാധാരണക്കാരൻ ഉപ്പ് മുതൽ തീപ്പെട്ടി വരെ കർപ്പൂരം വരെ എന്ത് വാങ്ങുന്നതും അതിൻ്റെ അകത്ത് വരുന്ന പിന്നെ ചെറുതു മുതൽ വലുത് വരെയുള്ള GST വിഹിതം തൊട്ട് എക്സൈസ് ഡ്യൂട്ടി തൊട്ട് പലതരം റവന്യൂവിൽ നിന്നാണ് ഈ നമ്മുടെ മൊത്തം ഒരു റവന്യൂ പാക്കേജ് ഉണ്ടാകുന്നത്. ഈ ഒരു ധാരണ ഇല്ലാതെ വരികയും ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രമാണ് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണ കഴിഞ്ഞ 10 വർഷമായിട്ട് പല വഴിയിൽ അത് കൂട്ടി ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ധാരണ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് ഈ ഒരു ധാരണ പലതരം, അത് കർഷക സമരത്തിന്റെ സമയത്താണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഈ ഒരു ടാക്സ് പെയർ എന്നുള്ള ഒരു സംഗതി ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ അപ്പൊ ഈ ഒരു മൊത്തം ഈ ബജറ്റ് ഡിസ്കഷനെ ടാക്സിന്റെ പരിധികൾ മാറ്റി നിർണയിച്ചതിലേക്ക് ചുരുക്കി കൊണ്ടുപോകാൻ കഴിയുമ്പോൾ തന്നെ പല അപകടങ്ങളും ഈ ബജറ്റിനകത്തിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്ഷീണം, ബാങ്കിങ്ങിന്റെ ക്ഷീണം, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെ കവർ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പം ഇന്ന് നിങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ബജറ്റിന്റെ പ്രസംഗം തുടങ്ങിയ വഴി തന്നെ പല സ്കീമുകളുടെയും ആ പ്രഖ്യാപനത്തിനോടൊപ്പം സെൻസെക്സ് മുകളിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇൻകം ടാക്സിന്റെ സ്ലാബുകൾ റിലേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്റെ അല്ലെങ്കിൽ ആ കമ്പനികളുടെ ഷെയർസ് ആണ് ഉയർന്നത്. അതെ, അതും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് ഈ ഇൻകം ടാക്സിന്റെ കാര്യം ആ പ്രസംഗം അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് വീണ്ടും ഷൂട്ടപ്പ് ചെയ്യാണ്. പക്ഷെ അതേസമയം എക്സ്പോർട്ടിന് കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളുടെയും എക്സ്പോർട്ടിന് കൊടുത്തിട്ടുള്ള ഇതുകളും പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഇതൊക്കെ ആർക്ക് ചില കാര്യങ്ങൾ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്നത് അതിലുണ്ട്, അതില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ബ്രോഡ്ലി അത് ഗുണം ചെയ്യുന്നത് ആർക്കാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ചെറിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അതിനു വേണ്ടിയിട്ട് 20,000 കോടി വകയിരുത്തുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന അതിന്റെ നല്ല വശങ്ങളും അതിന്റെ പല പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണ്, അത് നമ്മൾ വേണ്ടത്ര വിശകലനം ചെയ്തതിന് ശേഷമാണോ ഈ ബജറ്റ് അലൊക്കേഷൻ നടക്കുന്നത്? ആ വിശകലനം നടക്കേണ്ട ഒരു കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പിന്നെ ഇതുപോലെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കും, GDP ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ എമൗണ്ടിൽ പറഞ്ഞിട്ടില്ല, ബജറ്റിന്റെ ഷെയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ അതൊരു തന്ത്രം കൂടിയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ ബജറ്റിന്റെ ഷെയർ ആയിട്ട് പറയുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷൻ മനസ്സിലാവുള്ളൂ. ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ 4.4% GDP എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തിന് വേണ്ടി ചെലവാക്കുന്നതിന്റെ 3 ഇരട്ടിയാണ്, അല്ലെങ്കിൽ അതിലും കൂടുതലാണ്. ഹെൽത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ചെലവാക്കുന്ന പണത്തിന്റെ ഒരു 3.5 ഇരട്ടിയോളം ഫിസ്ക്കൽ ഡെഫിസിറ്റുമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ജീവിക്കുന്നത് എന്നുള്ള ചർച്ച
അങ്ങനെയാണ് ഭരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചർച്ച, ഇൻകം ടാക്സ് സ്ലാബിന്റെ ചർച്ചകൾക്ക് പിന്നിൽ അത് അദൃശ്യമായി പോകുന്ന ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതി ഇതിൽ വന്നേക്കാം. അതുപോലെ മറ്റൊരു പ്രശ്നം തന്നെയാണ് ഈ സംസ്ഥാനത്തിന്റെ കടങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പറയുന്നത്. ഈ സംസ്ഥാനത്തിന് കടം വാങ്ങാനുള്ള പരിധി നിശ്ചയിക്കേണ്ടത് അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലാതെ അതിനെ ഒരു ഫിസിക്കൽ പിന്നെ ഹെൽത്തിനെ പറ്റി നന്നായി അറിയുന്ന വിദഗ്ധർ തീരുമാനിക്കുന്നതിന് പകരം അത് സംസ്ഥാനങ്ങളുടെ മേൽ, ഒരു ഫെഡറൽ സ്ട്രക്ചറിലെ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അതിൽ ചില സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ റിലാക്സേഷൻ കിട്ടുകയും ചെയ്യുന്ന, ഇത് ഒരു റൂളായിട്ട് എല്ലാവർക്കും പോകുന്നതാണെങ്കിൽ ഇത് മനസ്സിലാക്കാം. പക്ഷെ ചില സംസ്ഥാനങ്ങൾ പലതരത്തിൽ ഈ ബ്ലെൻഡഡ് ഫിനാൻസിന്റെ പല പിന്നെ ഈ ന്യൂ ലിബറൽ ഇക്കണോമിയുടെ ഒരു പ്രത്യേകതയും കൂടിയാണത്. ഈ ബ്ലെൻഡഡ് ഫിനാൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ പല കാര്യങ്ങളെയും മറച്ചു വെക്കാനും പല തരത്തിൽ പൈസ ആർജിക്കാനും കഴിയുമ്പോൾ ജനകീയമായ, അതാണ് വെൽഫെയർ ഇക്കണോമിക്സിന്റെയും ക്യാപിറ്റൽ ഇക്കണോമിക്സിന്റെയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കേരളം വെൽഫെയർ ഇക്കണോമിക്സിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന, അത് കേരളത്തിലെ മാറി മാറി വന്നിട്ടുള്ള, ഇപ്പൊ കഴിഞ്ഞ 2 തവണയായിട്ട് ഒരേ ഗവൺമെന്റാണ്, അതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകളെല്ലാം കേരളത്തിൽ വെൽഫെയർ ഇക്കണോമിക്സിനെയാണ് മുന്നോട്ട് നിർത്തിയിട്ടുള്ളത്. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതേ സമയത്ത് ഈ ക്യാപിറ്റൽ ഇക്കണോമിക്സിനെ മുന്നിൽ നിർത്തുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും ഈ ക്യാപിറ്റൽ ഇക്കോണമിക്ക് ഒരുപാട്, മാർക്കറ്റ് ഇക്കോണമിക്കും ക്യാപിറ്റൽ ഇക്കോണമിക്കും ഒരുപാട് പ്രാധാന്യം തരുന്ന ഒരു ബജറ്റ്, ആ ബജറ്റ് ഒരർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിന് തിരിച്ചടിയാണ്. പിന്നെ അതിന് മുകളിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ഈ ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് മാറുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർ, അതിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത പാവങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, അതിന് നമുക്ക് എന്തൊക്കെ പരിഹാരം ചെയ്യാൻ കഴിയും, അതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല. സാമൂഹ്യ വ്യവസ്ഥയിലെ, സാംസ്കാരിക വ്യവസ്ഥയിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ, അവരെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും, അവർക്ക് നിത്യവരുമാനം എങ്ങനെ ഉണ്ടാക്കും, ഇതുപോലെയുള്ള ഒരു വെൽഫെയർ മാൻഡേറ്റ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ മാൻഡേറ്റ്, ആ മാൻഡേറ്റ് ഇതുപോലെയുള്ള മറകൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ ശരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമ്മളുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ ക്ഷീണം അത് കൂടിക്കൂടി വരികയും, എന്നാൽ ഈ 2-3% ഇതിന്റെ ഗുണഭോക്താക്കളായ, അതിന്റെ ഗുണം അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ എന്തായാലും പറയാ ഒരു വാഴ്ത്തുപാട്ടുകൾക്കിടയിലേക്ക് നമ്മുടെ ഇക്കോണമി തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ അറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.